ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിജയിക്കാനുള്ള ഒരു കോഡാണ്. നിങ്ങൾ ചെയ്യുന്നത് എന്തുമാകട്ടെ, നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ ഉപയോഗിക്കാവുന്ന ഒരു കോഡ് 40-40-20. ഐ റിപ്പീറ്റ്, 40-40-20. ഇതാണ് ആ കോഡ്. എന്താണ് 40-40-20? ഓക്കെ, നമുക്കൊരു ഉദാഹരണം എടുക്കാം. നമ്മൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആദ്യം നമ്മൾ ഒരു തീയതി നിശ്ചയിക്കുന്നു. പെൺകുട്ടിയെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് വെക്കുക. അപ്പോൾ നമ്മൾ ആ തീയതി നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബാക്ക് വർക്ക് ചെയ്യാം. നമ്മൾ വെന്യൂ കണ്ടെത്തും, വെന്യൂ ബുക്ക് ചെയ്യും. വെന്യൂ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവൻറ്റ് മാനേജേഴ്സിനെ കണ്ടെത്തും. ഇവൻറ്റ് മാനേജേഴ്സിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ തീം ഫിക്സ് ചെയ്യും. തീം ഫിക്സ് ചെയ്ത് നമ്മൾ ഇൻവൈറ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കും. ഇൻവൈറ്റ് ലിസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മൾ സേവ് ദ ഡേറ്റ് വീഡിയോ ഉണ്ടാക്കും. നമ്മൾ അവരെ ഇൻവൈറ്റ് ചെയ്യും. നമ്മൾ 4 ദിവസത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്യും, കളർ കോഡ് പ്ലാൻ ചെയ്യും. ഒടുവിൽ ആ 2, 3, 4 ദിവസം കൊണ്ട് ഈ 4 മാസത്തെ പ്രിപ്പറേഷന് ഏറ്റവും സുന്ദരമായി നമ്മൾ ചെയ്തെടുക്കും. ഇനി നമ്മൾ ഈ സംഭവത്തെ ഈ 40-40-20 കോഡിൽ ഒന്ന് വായിച്ചു നോക്കാം. അവസാനത്തെ 4 ദിവസമാണ് 20% അതിൽ കുറഞ്ഞ ഒരു പെർസെൻറ്റേജ്. പക്ഷെ അവിടെ നടക്കുന്നത് അതിനു മുമ്പ് നടന്ന 40%, അതായത് പ്രിപ്പറേഷൻ. ആ 40%ആണ് പ്രിപ്പറേഷൻ. അതിനു മുമ്പ് നടക്കേണ്ട റിസർച്ചാണ് അടുത്ത 40%. ഇതിൽ ആദ്യത്തെ 40% പരാജയപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ 40% ഓട്ടോമാറ്റിക്കലി പരാജയപ്പെടും. ആദ്യത്തെ 80% പരാജയപ്പെട്ടാൽ അവസാനത്തെ 20% പരാജയപ്പെടും. അപ്പോൾ പരാജയപ്പെടാതിരിക്കാൻ ഈ 40-40-20 റേഷ്യോ കൃത്യമായി ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കല്യാണത്തിൻ്റെ കാര്യത്തിൽ നമ്മളൊരു 70% ആളുകളും 80% ആളുകളും ഈ റേഷ്യോ കൃത്യമായി കീപ്പ് ചെയ്താണ് പോവുക. എന്നാൽ വർക്ക് സ്പേസിൽ നമ്മൾ നേരെ തിരിച്ച് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ അനുഭവം. നമുക്കൊരു ജോലി ചെയ്യണം. ആ ജോലി നമ്മൾ ആദ്യം ചെയ്യുക അവസാനത്തെ 20%. ഞാനൊരു സെയിൽസ് പേഴ്സൺ ആണ് എന്ന് വെക്കുക. ഞാൻ രാവിലെ വരുന്നു, വെറുതെ എൻ്റെ ഫോൺ എടുക്കുന്നു. ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഞാൻ എൻ്റെ ലിസ്റ്റിലുള്ള 1, 2, 3 പേരെ വിളിക്കുന്നു. ഒരു സമയം കഴിയുമ്പോഴേക്കും നമ്മുടെ ഫ്രസ്ട്രേഷൻ ലെവൽ പോകും. എന്നാൽ നിങ്ങൾ ഈ 40-40-20 കോഡിൽ എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകാം എന്ന് നോക്കാം. നിങ്ങൾ വിൽക്കുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി റെഡിയാണ്. നിങ്ങളുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി വിൽക്കാനുള്ള മെറ്റീരിയൽസ്, കൊളാട്രൽസും റെഡിയാണ്. നമ്മൾ ഒരു ദിവസം രാവിലെ വന്നു കഴിഞ്ഞാൽ 40% ഏരിയയിൽ റിസർച്ച് ചെയ്യേണ്ടത് ഇന്ന് ഞാൻ ഏത് കസ്റ്റമറെയൊക്കെ വിളിക്കണം എന്നുള്ളതാണ്. അതിനുള്ള മെത്തേഡ്സ് എന്താണ്? ഡാറ്റ എനിക്ക് എവിടെ കിട്ടും? ഈ കഴിഞ്ഞ മാസം ഞാൻ ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? അവരാരൊക്കെ പോസിറ്റീവായിട്ട് റിപ്ലൈ തന്നിട്ടുണ്ട്? ആരൊക്കെയാണ് കോൾഡ് ലീഡായിട്ട് നിൽക്കുന്നത്? രണ്ടാമത്തെ കാര്യം, ആ 40% ലിസ്റ്റ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇനി വരുന്ന 40% ഈ വിളിക്കേണ്ട ആളുകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന തോട്ടാണ്. ചിലരെ നമ്മൾ ഡയറക്റ്റ്ലി കോൾ ചെയ്യാം, ചിലർക്ക് നമ്മൾ വാട്സപ്പ് അയക്കണം, ചിലപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം കണക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡിൻ കണക്റ്റ് ആയിരിക്കും. ഈ 40% നമ്മൾ വിളിക്കേണ്ട ലിസ്റ്റിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത ഡാറ്റയിലേക്കുള്ള പ്ലാനിങ് സ്റ്റേജാണ്. ഈ പ്ലാനിങ് സ്റ്റേജ് പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെയുള്ള 20% തീർക്കാവുന്ന ജോലിയാണ് കോളും കണക്റ്റും ബ്രോഷർ അയക്കലും, അങ്ങനെ എല്ലാ സെയിൽസ് പ്രോസസ്സുകളും. ഈ 40-40-20 പ്രപ്പോസൽസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ എഫിഷ്യൻസി ലെവല് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ വിജയം അവിടെ സുനിശ്ചിതമാണ്. ഇനി അഥവാ നിങ്ങൾ ആദ്യത്തെ 2 ദിവസമോ 3 ദിവസമോ പരാജയപ്പെട്ടാലും തിരിഞ്ഞു നോക്കി ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അനലൈസ് ചെയ്യാനും അതിനുവേണ്ട ചേഞ്ച് അടുത്ത ദിവസം മുതൽ ആ ചേഞ്ച് ജീവിതത്തിൽ പ്രായോഗികമാക്കാനും കഴിയുമെന്നുള്ളതാണ് ഈ 40-40-20യുടെ ഒരു ഗുണം. സോ സ്റ്റാർട്ട് പ്രാക്ടീസിങ് 40-40-20 for an efficient work culture.